അലി അക്ബർ ഷായിലേക്ക് കൂടി ഒന്ന് പോകണം. അലി ഏത് വേദിയിലാണുള്ളത്? അവിടെ മത്സരങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? അലി ഇപ്പോൾ ഉള്ളത് ഒരു പഞ്ചവാദ്യം കലാകാരന്മാർക്ക് ഒപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് കൂട്ടുകാരൊക്കെ ഈ കലോത്സവത്തിന്റെ ആവേശത്തെ ഏറ്റെടുത്തിരിക്കുന്നത്? വിനീത, വലിയ ആവേശത്തിലാണ് അനന്തപുരി ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 12-ലാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ പഞ്ചവാദ്യമാണ് നടക്കുന്നത്. 13 ടീമുകളാണ് ഇത്തവണ പഞ്ചവാദ്യത്തിനായി രജിസ്റ്റർ ചെയ്തത്. അതിൽ ഒൻപതാമത്തെ ടീമിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സരത്തിന് ശേഷം ഇറങ്ങിയ ഒരു ടീം എൻ്റെ കൂടെയുണ്ട്. ഏതാ സ്കൂള്? നീലേശ്വരം രാജാ സ്കൂളിലെ കുട്ടികളാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു. ഇത് ആദ്യമായാണോ സംസ്ഥാന തലത്തിൽ എത്തുന്നത്? അല്ല, 3 തവണ വന്നിരുന്നു. 3 തവണ മുമ്പ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് അടിച്ചിട്ട് എ ഗ്രേഡ്. ഇത്തവണ ഫസ്റ്റ് അടിക്കും, എന്താ ഒരു പ്രതീക്ഷ? പ്രതീക്ഷയുണ്ട്. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. അതെ. എത്ര ടീമുകൾ മത്സരത്തിന് എത്തിയെന്നറിയോ ഇത്തവണ? ഒരു 13-14 ടീം ഉണ്ടായിന്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കാണിക്കാൻ പറ്റുമോ? കാണിക്കാം. വിനീത, എന്തായാലും അവരുടെ ഒരു കുഞ്ഞു പ്രകടനത്തിലേക്ക് പോകാം. തുടങ്ങിക്കോളൂ. വിനീത, എന്തായാലും ആവേശകരമായ മത്സരം വേദി 12-ലും തുടരുകയാണ്. എല്ലാ വേദികളിലും നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ്. അല്പസമയം മുമ്പ് വരെ മന്ത്രി GRN ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ പഞ്ചവാദ്യമേളം ആസ്വദിച്ച് മന്ത്രി നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ ആവേശത്തിലേക്ക് തിരുവനന്തപുരം പോയിട്ടുണ്ട്. പഞ്ചവാദ്യത്തിൻ്റെ റിസൾട്ടിൽ 1-ാം സ്ഥാനം പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും ഉള്ളത്. 13 ടീമുകളാണ്. അതിൽ ഇതുവരെ മത്സരിച്ചതിൽ ഒരു വനിതാ ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ കണ്ണൂരിൽ നിന്ന് വന്നവരായിരുന്നു. എന്തായാലും പഞ്ചവാദ്യങ്ങളുടെ മേളവുമായി വേദി 12 ആകെ ആഘോഷമയം തന്നെയാണ്. ആഘോഷം ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളിലും ഈ പ്രദേശത്താകെ വ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും പൂജപ്പുരയിലാണ് വേദി 12 ഉള്ളത്. ഇവിടെ നിന്നും എന്തായാലും ഗംഭീരമായ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇനി 3 ടീമുകളാണ് അവശേഷിക്കുന്നത് മത്സരിക്കാനെന്നാണ് സംഘാടകരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുമുള്ളത്. ഇതുപോലെ കുറേ കുട്ടികൾ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്ത് വർഷങ്ങളുടെ പരിശീലനമുള്ള കുട്ടികൾ മുതൽ ഇവിടെ മത്സരത്തിനെത്തിയിട്ടുണ്ട്. പലതവണ സംസ്ഥാന തലത്തിൽ തലനാരിഴയ്ക്ക് 1-ാം സ്ഥാനം നഷ്ടമായ വിദ്യാർത്ഥികൾ, സ്കൂളുകളൊക്കെ അങ്ങനെ വലിയ പ്രതീക്ഷകളുമായി, പുതിയ പ്രതീക്ഷകളുമായി, വിജയപ്രതീക്ഷയുമായി തന്നെ ഇതാ പഞ്ചവാദ്യ വേദിയിൽ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എത്ര കേട്ടാലാണ് എത്ര കണ്ടാലാണ് മതിയാവുക ഈ കൂട്ടുകാരുടെ കലാ മികവുകൾ എന്നതാണ്. പഞ്ചവാദ്യം നടക്കുന്ന വേദിയിൽ നിന്നും അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ